നമസ്കാരം സർ. നമസ്കാരം. പ്രശസ്ത നേത്രരോഗ വിദഗ്ധനും നമ്മുടെ സോണൽ കോർഡിനേറ്റർ, കണ്ണൂർ കാസർഗോഡ് സോണൽ കോർഡിനേറ്ററും, പിന്നെ നമ്മുടെ പയ്യന്നൂർ ആശ്രമത്തിൻ്റെ ഹൃദയസ്പന്ദനമായ ഡോക്ടർ പുഷ്പാങ്കദനെ കൻഹ കാസ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സിസ്റ്റർ, താങ്ക് യു. സർ, അങ്ങയുടെ ഹാർട്ട്ഫുൾനെസ്സിലേക്ക് വരാനുള്ള സാഹചര്യം, പിന്നെ എങ്ങനെയാണ് വന്നത്, അതൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? ആ അനുഭവം എങ്ങനെയാണ് ഉണ്ടായത്? ഞാനൊരു ഒഫ്താൽമോളജിസ്റ്റാണ്. അപ്പോൾ 2002 ഞാൻ 2006 ആ പീരീഡിലാണ് ഞാൻ വളരെയധികം എൻ്റെ വർക്ക്, ഭയങ്കര വർക്ക് ലോഡ്. രാവിലെ 7 മണിക്ക് ജോലി ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി 10 മണി വരെയൊക്കെ വർക്ക് ചെയ്യും. പിന്നെ ഹെവി വർക്കാണ്. അപ്പോൾ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ആരും ഒരു ബന്ധമില്ല. ഈവൻ ഫാമിലിയിലെ കുട്ടികളുമായിട്ടും തന്നെ എനിക്ക് ബന്ധമില്ലാത്തൊരവസ്ഥയായിരുന്നു. ഹെവി വർക്കായിരുന്നു. പിന്നെ വർക്ക് സ്ട്രെസ്സും ഉണ്ട്. നമ്മൾ ചെയ്യുന്ന രോഗികളെ പരിശോധിക്കണം. അപ്പോൾ രോഗികളുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും അതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളുടെ ഇമോഷണൽ ബേർഡൻ ഉണ്ടാക്കുന്ന ടൈമാണ് അതൊക്കെ. ഓരോ രോഗിക്കും അത് എത്രത്തോളം നമ്മൾ ചികിത്സ ഭരിക്കുന്നുണ്ടോ ഭരിക്കാവോ, പല കോംപ്ലിക്കേറ്റഡ് രോഗികളുണ്ടാവും. അപ്പോൾ അതൊക്കെ എത്രത്തോളം രോഗികളുടെ എണ്ണം കൂടുന്നു അത്രത്തോളം നമ്മുടെ മുകളിൽ സ്ട്രെസ്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റൊരു ജോലി മാതിരി അല്ലല്ലോ. അപ്പോൾ അത് ഒരുപാട് സ്ട്രെസ്സ് വരുമ്പോൾ 2006 ആണ് എനിക്ക് സ്വയം തന്നെ ഞാൻ തീരുമാനിച്ചത്, എനിക്ക് എന്തെങ്കിലും ഒരു സമാധാനം, അതിൻ്റെ ഒരു സംതിങ് ഹാസ് ടു ബി ഡൺ. അതല്ലെങ്കിൽ ഞാനൊരു മെഷീൻ, വെറും ഒരു മെഷീൻ മാത്രമായിട്ട് ഇങ്ങനെ മാറും. എൻ്റെ ഈ ശരീരം അധികകാലം ഓടൂല, എൻ്റെ ഒരു തോന്നൽ എനിക്ക് വന്നു. അപ്പോൾ അപ്പോഴാണ് ഞാൻ മെഡിറ്റേഷനെ കുറിച്ച് ചിന്തിച്ചത്. അപ്പോൾ എനിക്ക് മെഡിറ്റേഷൻ എവിടെ കിട്ടും, എന്താ കിട്ടും എന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ അടുത്ത സുഹൃത്ത്, ഈ അത്യാവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താല്പര്യമുള്ള ഒരു ഫ്രണ്ടിനെ വിളിച്ച് സംസാരിച്ച്, ഡോക്ടർ സുനിൽ, കാസർഗോഡ്, അദ്ദേഹം ഒഫ്താൽമോളജിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം എന്നോട് ഇവിടെ പയ്യന്നൂരിൻ്റെ അടുത്തുള്ള ശ്രീ TVK പുതുവാൾ, TV കുഞ്ഞിക്കണ്ണൻ, റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ, അദ്ദേഹം മെഡിറ്റേഷൻ പരിശീലനം കൊടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ എടുത്തുന്നതും ഈ പ്രാക്ടീസ് തുടങ്ങുന്നത്. ഓക്കെ. അപ്പോൾ കുടുംബത്തിൽ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ, അതിൻ്റെ ഇടയിൽ അവർക്കൊന്നും ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല? എന്നാൽ അങ്ങനെയല്ല, ഒരു ഇഷ്ടക്കേട് ഇങ്ങനെ ഒരു മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇതെന്താ ചെയ്യുന്നത്, എങ്ങനെയാണ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യനും ഇതൊന്നും ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം പോകുമ്പോൾ തന്നെ, നമ്മൾ പുതുവാൾ സാറിൻ്റെ അടുത്ത് പോകുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ഫാമിലി, മിസ്സസിനെയും 2 ചെറിയ കുട്ടികളെയും ആയിരുന്നു അന്നേരം ഉണ്ടായത്. 2 പേരും കൂട്ടിയിട്ടാണ് ഞാൻ ആദ്യം പോയത്. ശരി. അവിടെ പോയി സാറിനോട് സംസാരിച്ച്, അപ്പോൾ സാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു ട്രയൽ നോക്കുക, ഒരു 3 ദിവസം വന്നിട്ട് ഒരു ½ അവർ എൻ്റെ കൂടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുക. അപ്പോൾ അദ്ദേഹം ഫാമിലി മിസ്സിനോട് പറഞ്ഞു. അപ്പോൾ മിസ് പറഞ്ഞാൽ പിന്നെ തുടങ്ങാം. അപ്പോൾ ഞാൻ 3 ദിവസം സിറ്റിംഗ് എടുത്ത് ചെയ്യുമ്പോൾ വളരെ സുഖം തോന്നി. അവർക്ക് തോന്നി ഇത് തന്നെയാണ് നല്ലത്. പക്ഷെ അന്നേരം എൻ്റെ മുമ്പിലുണ്ടായ ചോദ്യചിഹ്നം, ഇത് എനിക്ക് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുമോ, എൻ്റെ ജോലി തിരക്കും ഇടയിൽ ഞാൻ എങ്ങനെ സമയം കണ്ടെത്തും? രാവിലെ മെഡിറ്റേഷൻ, വൈകുന്നേരം ശുദ്ധീകരണം, രാത്രി ക്ലീനിങ്, രാത്രി ബെഡ് ടൈം പ്രയറും, അതിനിടയിലുള്ള സൺഡേയുടെ പരിപാടികൾക്ക്, ഇതൊക്കെ ഞാൻ എങ്ങനെ കൊണ്ടുപോകുന്നില്ല എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. പക്ഷേ ഇത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നൽ വന്നു. അപ്പോൾ ഞാൻ അന്നേരം വളരെ റെഗുലറായിരുന്നില്ല, പക്ഷേ മെല്ലെ മെല്ലെ ഇത് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ പൊതുവേ സമൂഹത്തിൽ അതെന്തോ അതിനെക്കുറിച്ച് തെറ്റിദ്ധാരണ സമൂഹത്തിലുണ്ടായിരുന്നു, എൻ്റെ കൂടെയുള്ള സുഹൃത്തുക്കളൊക്കെ. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ആരെയും അറിയിക്കാറില്ല. ചെറിയൊരു ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരാളാണെന്ന് പറയാനൊക്കെ ഒരു വൈമുഖ്യം ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ചു കാലം കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വളരെ നല്ല കാര്യമാണ്. ഇത് പുറത്ത് പറയുന്നതിൽ ഒട്ടും ലജ്ജിക്കാനോ വിഷമിക്കാനോ ഒന്നുമില്ല. എല്ലാവരോടും പറയേണ്ട കാര്യമാണ്, ഇത് എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ഞാൻ തുറന്നു പറയാൻ തുടങ്ങി, ഞാനിങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്ന ആളാണ്. അതിൻ്റെ പേരിൽ അവർക്ക് എന്നോട് എന്തെങ്കിലും തരത്തിൽ എൻ്റെ ഒരു പേഴ്സണാലിറ്റിയെ കുറിച്ചൊരു അവമതിപ്പ് വന്നോട്ടെ, കുഴപ്പമില്ല എന്നുള്ള നിലയിൽ. അപ്പോൾ ഞാൻ എല്ലാവരും പറഞ്ഞു. പക്ഷേ കുറച്ച് ആദ്യം എല്ലാവരും സപ്പോർട്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പക്ഷേ കുറച്ച് ഞാൻ ഇതിൽ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ കുറച്ചും കൂടെ ഞാൻ ഇതിൽ ഇൻവോൾവ് ആകാൻ തുടങ്ങുമ്പോഴാണ് എതിർപ്പ് വരാൻ തുടങ്ങിയത്. ഫാമിലിയിൽ നിന്നായാലും മറ്റ് ചുറ്റുപാടുകളിൽ നിന്നും അടുത്ത ബന്ധുക്കളിൽ നിന്നുമൊക്കെ ഞാൻ എന്തോ ഫാമിലിയൊക്കെ ഉപേക്ഷിച്ച് പോകാൻ സാധ്യതയുണ്ടോ, ഫാമിലിയുടെ ഉത്തരവാദിത്വം നിറവേറ്റില്ലോ, ജോലി തന്നെ ചിലപ്പം ചെയ്യലോ ഒക്കെ. ഒരു സന്യാസിയായി മാറുമോ? അതന്നെയാണ്. എല്ലാം അങ്ങനെ ഒരുപാട് ഈ ആൾക്കാരെ അവർ കണ്ടിട്ടുണ്ട് സമൂഹത്തിൽ. അപ്പോൾ ആ ഒരു വെച്ചിട്ടാണ് എന്നെ അവർക്ക് കരുതിയിരുന്നത്. പക്ഷെ ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തു അങ്ങനത്തെ നല്ല. പിന്നെ ഞാൻ എൻ്റെ ജോലിയൊക്കെ വളരെ ഭംഗിയായി പിന്നെയും തുടർന്ന് പോകുന്നത് അവർ കാണുന്നുണ്ട്. കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്.
എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഞാൻ ശരിക്കും നിറവേറ്റുന്നുണ്ട്. അതിനിടയിൽ ഞാൻ ഇതിന് സമയം കണ്ടെത്തുന്നുണ്ട്. അത് വളരെ ബാലൻസ്ഡ് ആയിട്ട് ഞാൻ പോകുന്നത് കാണുമ്പോൾ പിന്നെ ആർക്കൊന്നും പറയാനില്ല. അത് എൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഭാഗമാണ് ഈ മെഡിറ്റേഷൻ എന്ന നിലയിൽ അവരൊക്കെ ആക്സെപ്റ്റ് ചെയ്തു. ശരി. പിന്നെ സാറിന് ഈ പയ്യന്നൂർ ആശ്രമവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്? ആശ്രമം വരാനുള്ള ആ സാഹചര്യം എങ്ങനെയാണ്? അതിലൊന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഈ 2006 മെഡിറ്റേഷൻ തുടങ്ങി. അപ്പോൾ തുടങ്ങുമ്പം നമ്മുടെ പയ്യന്നൂർ സെൻറ്റർ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവിടെ ഇല്ല. നമ്മളിപ്പോൾ ഉള്ള നമ്മുടെ പയ്യന്നൂർ സെൻറ്റർ പ്രാന്തഞ്ചാലിലെ ആശ്രമമോ കാര്യമോ ഒന്നും അവിടെ ആ സമയത്തില്ല. അവിടെ കോത്തായിമുക്കിൽ, പയ്യന്നൂരിനടുത്ത് കോത്തായിമുക്കുള്ള സ്ഥലത്ത് നമ്മുടെ പൊതുവാൾ സാറിൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ശരിക്കും പയ്യന്നൂരിൽ ഞാനതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ പയ്യന്നൂർ സെൻറ്റർ തുടങ്ങിയത് 2002 അത് എരമത്ത് നമ്മുടെ ബ്രദർ രവീന്ദ്രൻ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ആദ്യം തുടങ്ങിയത്. ആ സമയത്ത് കണ്ണൂരിൽ നിന്നുള്ള പ്രിസെപ്റ്റർ വന്നിട്ടാണ് സിറ്റിംഗ് ഒക്കെ കൊടുക്കുക. അപ്പോൾ ഈവൻ തൃശ്ശൂരിൽ നിന്നുള്ള മണിസാർ എന്ന പ്രിസെപ്റ്റർ അദ്ദേഹം കൂടി അവിടെ വരാറുണ്ട്. അവിടെ ദിവസം വന്ന് അദ്ദേഹം ആ സമയത്ത് ഗ്രൂപ്പ് സിറ്റിംഗ് ഇല്ല, 1-to-1 സിറ്റിംഗ് ആണ്. അപ്പോൾ ഒരാൾക്ക് സിറ്റിംഗ് കൊടുത്ത് അടുത്ത ആൾ സിറ്റിംഗ് കൊടുത്ത് അങ്ങനെ ഒരു സൈഡ് രാവിലെ വന്നു കഴിഞ്ഞാൽ ബ്രദർ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം വരെ സിറ്റിംഗ് കൊടുത്ത് വൈകുന്നേരം സത്സംഗം കണ്ടക്ട് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ കുറച്ച് പേർക്ക് സിറ്റിംഗ് കൊടുത്തിട്ടാണ് അദ്ദേഹം തിരിച്ചു പോകുക. അപ്പോൾ കണ്ണൂരുള്ള ബ്രദർ രവിയേട്ടൻ അവരൊക്കെയാണ് ഇവിടെ വന്നിട്ട് എരമത്തൊന്ന് തുടങ്ങിയത്. അപ്പോഴാണ് നമ്മൾ പൊതുവാൾ സാറ് റിട്ടയറായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വദേശമായ ആലക്കാട്ടേക്ക് തിരിച്ചു വന്നു. അപ്പോൾ അത് കോത്തായിമുക്കിൽ വീടെടുത്ത് ഇവിടെ താമസിച്ചു. അദ്ദേഹം ഓൾറെഡി പ്രിസെപ്റ്ററാണ്, മുമ്പേ പ്രിസെപ്റ്ററാണ്. അദ്ദേഹം തിരുവനന്തപുരം മുതൽ പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ആയിട്ട് വരും തോറും ഓരോ സ്ഥലത്തും ഓരോ സെൻറ്ററുകൾ പുതുതായി രൂപീകരിക്കുകയും കുറേ ആൾക്കാരെ ചേർക്കുകയും ഇത് എല്ലാവരിലും എത്തിക്കാനുള്ള ഒരു താല്പര്യം അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ വെളിച്ചത്തിൽ ഒരുപാട് ശ്രമം നടത്തി. ആ മിഷനോടും മാസ്റ്ററോടുള്ള കടപ്പാട് അനുസരിച്ചിട്ട് അദ്ദേഹം ആ താല്പര്യവും സ്നേഹവും അദ്ദേഹം പ്രകടിപ്പിച്ചത് ഈ സേവനത്തിലൂടെയാണ്. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹം പയ്യന്നൂരിലെത്തുന്നത്. അപ്പോൾ അദ്ദേഹം എത്തിയ ഉടനെ എരമത്തൊന്നും സെൻറ്റർ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പയ്യന്നൂരിലെ ഹൃദയഭാഗമായ കോത്തായിമുക്കിലേക്ക് മാറ്റി അവിടുന്ന് സിറ്റിംഗ് തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2006 ഞാൻ അവിടെ എത്തുന്നത്. അപ്പോൾ ആ സമയത്ത് 2 പ്രിസെപ്റ്റർമാരേ ഉള്ളൂ, ഒന്ന് പൊതുവാൾ സാറും പിന്നെ രവിയേട്ടനും, 2 പേര്. പിന്നെ അവിടുന്ന് 2006 കഴിഞ്ഞ് ഞാൻ തുടർന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ 2006 തന്നെയാണ് ഞാൻ ചേർന്നപ്പോൾ തന്നെ ഇവർ സ്ഥലം നോക്കുന്നുണ്ടായിരുന്നു. ഒരു നല്ല സ്ഥലത്ത് ഒരു പുതിയ സെൻറ്റർ തുടങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം കാണാനൊക്കെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പയ്യന്നൂരും ചുറ്റുപാടുകളും പല സ്ഥലങ്ങൾ നോക്കി. അപ്പോൾ ഞാൻ ചേർന്ന സമയത്താണ് അവർ ഇപ്പോൾ ഉള്ള സ്ഥലത്തുള്ള ഈ പ്രാന്തഞ്ചാലുള്ള ഈ ഒരു കുന്നിൻ്റെ മുകളിലുള്ള അതിമനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലം അവർ കണ്ടെത്തുകയും അതിൻ്റെമായുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഏകദേശം ഒരു 60ഓളം അഭ്യാസികളുണ്ട് ഇവിടെ. ഇപ്പോൾ 40ഓളം പേര് കൂടിയിട്ട് ഒരു ഡൊണേഷൻ നല്ല നിലയിൽ ഇതൊക്കെ അത് ചുറ്റുമുള്ള കുറച്ച് അധിക സ്ഥലമുണ്ട്. അപ്പോൾ കുറച്ച് റെസിഡൻസ് അസോസിയേഷൻ സ്ഥലം ആയിട്ട് ടോട്ടൽ നമ്മൾ വാങ്ങിയിട്ട് അതിൽ 3 ഏക്കർ സ്ഥലം മിഷന് ഡൊണേറ്റ് ചെയ്യാനും ബാക്കി സ്ഥലങ്ങൾ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് റെസിഡൻഷ്യൽ പ്ലോട്ട് ആക്കാനുള്ള തീരുമാനം എടുത്തു. അപ്പോൾ അങ്ങനെ നമ്മളത് 2007 ഇത് സ്ഥലം വാങ്ങിയിരിക്കുന്നത്. പിന്നെ 2008 ആകുമ്പോഴേക്ക് തന്നെ നമ്മളിവിടെ ഒരു ചെറിയ മെഡിറ്റേഷൻ ഹാള് കെട്ടി നമ്മൾ മെഡിറ്റേഷൻ ഇവിടത്തേക്ക് മാറ്റി. നമ്മളെല്ലാ ഞായറാഴ്ച മെഡിറ്റേഷൻ ഇവിടെ തന്നെയായിരുന്നു. പിന്നെ നടത്തും സത്സംഗം ഇപ്പോൾ ഇവിടെ നടക്കാൻ തുടങ്ങി. 2008 മുതൽ ഇവിടെ തുടങ്ങി. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ പൊതുവാൾ സാറ് ഇതിനകത്തുള്ള പ്ലോട്ട് സ്വന്തം വീട് വെച്ച് അദ്ദേഹം കോത്തായിമുക്കിലെ വീട് ഉപേക്ഷിച്ചിട്ട് ഇവിടെ താമസമാക്കി. കൂടെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അദ്ദേഹത്തെ അടുത്ത ബന്ധുക്കളായ അഭ്യാസികൾ അവരും ഇവിടെ സ്ഥലമൊക്കെ എടുത്തു. മറ്റുള്ള കുറച്ച് പേരുണ്ട്, അവർക്കിടെ ഇവിടെ വീട് കെട്ടാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് പേര് 10ഓളം പേര് ഇവിടെ താമസം തുടങ്ങി. അപ്പോൾ അവിടെ താമസിച്ചു കൊണ്ടാണ് നമ്മുടെ മെഡിറ്റേഷൻ ഹാളിൻ്റെ നിർമ്മാണവും കാര്യമൊക്കെ തുടങ്ങിയത്. ആദ്യം കിച്ചൺ ബ്ലോക്ക് കെട്ടി കഴിഞ്ഞു. അതിൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞ് പിന്നെ അടുത്തതായിട്ട് ടോയ്ലറ്റ് ബ്ലോക്ക് പൂർത്തിയാക്കി. ലാസ്റ്റായിട്ട് നമ്മുടെ അതിഭംഗിയ മനോഹരമായ മെഡിറ്റേഷൻ ഹാള്, അത് ഇപ്പോഴത്തെ മെഡിറ്റേഷൻ ഹാൾ. അപ്പോൾ ചാരിജി ആയിരുന്നു നമ്മുടെ മാസ്റ്റർ. ആ സമയത്ത് ചാരിജിയുമായിട്ട് നിരന്തര സമ്പർക്കം പുലർത്തുകയും കമലേഷ് ജി കൂടെ തന്നെ ആ സമയത്ത് നമുക്ക് ഇപ്പോഴും അദ്ദേഹം ടീമായിട്ട് ബ്രദർ മോഹനായിരുന്നു ആ സമയത്ത് സോൺ കോർഡിനേറ്റർ. ആ സമയത്ത് കേരളം മുഴുവനും ഒറ്റ സോണായിരുന്നു. അപ്പോൾ സോൺ കോർഡിനേറ്റർ അദ്ദേഹം ബ്രദർ മോഹനാണ് തറക്കല്ലിട്ടത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ആ ഹാൾ തുടങ്ങിയത്. 2014 നമ്മൾ അതിൻ്റെ പണി പൂർത്തിയാക്കി. മെഡിറ്റേഷൻ ഹാളിൻ്റെ ഇനോഗ്രേഷൻ 2014 ഒക്ടോബർ 26 നടത്തിയത്. ആ സമയത്ത് ദുഃഖത്തോടെ പറയുകയാണ്, ചാരിജി രോഗാഗ്രസ്തനായിട്ട് കുറച്ച് അവശ നിലയിലായിരുന്നു. നമുക്ക് ഉദ്ഘാടനം ചെയ്യാനും മാസ്റ്റർമാരൊന്നും വരാനും പറ്റിയില്ല. പിന്നെ ആ സമയത്ത് അദ്ദേഹമായിട്ട് നമുക്ക് ഇടപെടാനും പറ്റിയില്ല, സംസാരിക്കാനോ കാര്യം പറ്റിയില്ല. പക്ഷേ ആ സമയത്ത് വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കമലേഷ് ജിയായിരുന്നു എല്ലാ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത്. അപ്പം
ദാജി ആ സമയത്ത് നമുക്ക് ഇവിടെ നിർദ്ദേശം തന്നു, ഈ ഒക്ടോബർ 26 സത്സംഗത്തോടെ നിങ്ങൾ തുടങ്ങിക്കോന്നു. നിങ്ങൾ തുടങ്ങിയാൽ മതി, മാസ്റ്റർമാരുടെ പ്രസൻസ് അവിടെ ഉണ്ട്, ഗ്രേസ് ഉണ്ട്, സ്റ്റാർട്ട് ഫംഗ്ഷൻ. അപ്പോൾ അങ്ങനെ നമ്മൾ അന്ന് ഫംഗ്ഷൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ കഥ ഇനിയും പറയാനുണ്ട്. കാരണം അന്ന് നമ്മൾ സത്സംഗം സൺഡേ നടത്താൻ തീരുമാനിച്ചു. അതിൻ്റെ തലേ ദിവസമാണ് നമുക്കൊരു അനൗൺസ്മെൻറ്റ് വന്നത്. ഈ 26 ചാരിജി ടു വേൾഡ് ഒരു ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. സത്സംഗം കഴിഞ്ഞ് അത് രാവിലത്തെ സത്സംഗത്തിന് ശേഷം ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു. ആ അനൗൺസ് വരുമ്പോൾ നമുക്ക് ആകെ ത്രില്ലായി. കാരണം ചാരിജീൻ്റെ അന്നാണ് കുറേ കാലമായി അസുഖമായിട്ട് കിടക്കുകയാണ്, ഒന്നും സംസാരിക്കുന്നത് അധികം ഇടപെടാറില്ല പബ്ലിക്കായിട്ട്. അതെങ്ങനെയെങ്കിലും ഇവിടെ ട്രാൻസ്മിറ്റ് ചെയ്യാമെന്നുള്ള നിലയിൽ നമ്മൾ പല ശ്രമം. പക്ഷേ ഇവിടെ നെറ്റ്വർക്ക് കവറേജ് വളരെ വളരെ പൂറാണ്. ആ സമയത്ത് നമ്മൾ 1-2 നെറ്റ് സെറ്ററൊക്കെ കൊണ്ടുവന്നിട്ട് ശ്രമിച്ചു, പരാജയപ്പെട്ടു. തലേദിവസം ട്രൈ ചെയ്ത് കിട്ടുന്നില്ല. അപ്പോൾ ആ ദിവസം നമ്മൾ സാധാരണ സത്സംഗം നടത്താവുന്ന സമയത്ത് വെച്ച് നിൽക്കുമ്പോഴാണ് ഒരു അഭ്യാസിയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ മകൻ, ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന IT-യിൽ ജോലി ചെയ്യുന്ന മകനെയും കൂട്ടി വരുന്നു. അപ്പോൾ അവർ കാഷ്വലായി വന്നതാണ്, ഇങ്ങനെ പരിപാടിയുണ്ട്, ഉദ്ഘാടനമുണ്ട് പറഞ്ഞ് വന്നതാണ്. അദ്ദേഹത്തെ ഒന്നും അറിയില്ല, പുതിയ അഭ്യാസിയല്ല അദ്ദേഹം, ജസ്റ്റ് അദ്ദേഹം കൂടെ വന്നത്. അപ്പോൾ നമ്മൾ ഈ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നെറ്റ് സെറ്റ് ഉണ്ടായിരുന്നു. അത് ഏത് കമ്പനി എന്ന് എനിക്കറിയില്ല. അത് ഇടുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് നല്ല രീതിയിൽ ഫുൾ ക്ലിയറായി ടെലികാസ്റ്റ് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ചാരിജിയുടെ ഫുൾ പ്രസംഗം, നമുക്ക് അദ്ദേഹത്തിൻ്റെ സ്പീച്ച് ഇവിടെ നമുക്ക് ഈ ഹോളിൽ ഫസ്റ്റായിട്ട് റിലേ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. അത് വളരെ ഒരു സന്തോഷമുള്ള അനുഭവം. അങ്ങനെ 2016 നമ്മളായിട്ട്. അപ്പോൾ ഞാൻ 2011 പ്രിസെപ്റ്റർ ആവുന്നത്. 2005 ഈ പ്രിസെപ്റ്റർ ആവാനുള്ള ആ സാഹചര്യം ഒന്ന് പറയുമോ? എങ്ങനെ ആയി? ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ അഭ്യാസിയായി. പിന്നെ ആദ്യം 1-2 കൊല്ലം അത്ര റെഗുലർ ആയിരുന്നില്ല. പിന്നെ ക്രമേണ ഞാൻ റെഗുലർ ആവാൻ തുടങ്ങി. അപ്പോൾ റെഗുലർ ആവും തോറും എൻ്റെ ജോലി വളരെ കുറച്ച് സെറ്റ് ആവാൻ തുടങ്ങി. കുറച്ചും കൂടെ ഒരു ഓർഗനൈസ്ഡ് വർക്കൊക്കെ ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് എനിക്ക് എൻ്റെ വർക്കിൽ കുറച്ച് ഷാർപ്പ്നെസ് കിട്ടാൻ തുടങ്ങി. എനിക്ക് മുമ്പേ നോക്കുന്ന അതേ രോഗികളെ തന്നെ ഞാൻ കുറച്ച് സമയം കൊണ്ട് നോക്കി തീർക്കും. കുറച്ചുകൂടി എനിക്ക് എൻ്റെ പിന്നെ ഡയഗ്നോസിസും എല്ലാം കുറച്ചും കൂടി എനിക്ക് പെർഫെക്ഷൻ എനിക്ക് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ടൈം എനിക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റി. ഹോസ്പിറ്റൽ വർക്കിൻ്റെ ടൈം കുറച്ച് കൊണ്ടുവരാൻ ഓട്ടോമാറ്റിക്കലി പറ്റി. പക്ഷെ അത് എൻ്റെ ഞാൻ നോക്കുന്ന രോഗികളുടെ എണ്ണത്തിൽ കുറവോ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ചെയ്യുന്ന സർജറിയുടെ എണ്ണം കുറവുണ്ടായിട്ടില്ല. എല്ലാം ഭംഗിയായി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ കുറച്ച് സിൻസിയറായിട്ട് ഇവിടെ വരാൻ തുടങ്ങി. റെഗുലറായിട്ട് സത്സംഗത്തിൽ പങ്കെടുക്കും, സിറ്റിംഗ് എടുക്കും, വളരെ കൃത്യമായി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ആ സമയത്താണ് ഒരു തവണ 2010 തോന്നുന്നത് ബ്രദർ തിരുപ്പൂരുള്ള പ്രകാശ് സാർ, ബ്രദർ പ്രകാശ്, അദ്ദേഹം നമ്മുടെ ബ്രദർ മോഹനൻ ആ സമയത്ത് സോണൽ കോർഡിനേറ്റർ, രണ്ടുപേരും കൂടെ ഇവിടെ ഒരു ഹാഫ് ഡേ ഫംഗ്ഷന് വേണ്ടി വന്നു. അപ്പോൾ തലേദിവസം വന്നിട്ട് ആകുമ്പം ഞാനിവിടെ ഫുൾ ടൈം ആക്റ്റീവായിരുന്നു. അന്ന് തലേദിവസം വൈകുന്നേരം മുതലേ ഇവിടെ ആക്റ്റീവായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എന്നോട്, തലേദിവസം രാത്രി എന്നോട് പ്രകാശ് സാർ പറഞ്ഞു, നാളെ രാവിലെ യു കം അറ്റ് 5:30 ഫോർ എ സിറ്റിംഗ്. അപ്പോൾ ഈ സമയം 5:30 ഇവിടെയൊക്കെ ഇരുട്ടാണ്, ഡിസംബർ മാസമായിട്ടാണ് തോന്നുന്നത്. ഞാൻ രാവിലെ 5:30 കഴിഞ്ഞിട്ട് 5:30 വന്നു, സിറ്റിംഗ് എടുത്തു. അത് കഴിഞ്ഞ് ആസ് യൂഷ്വൽ അന്ന് ഫുൾ ഡേ പരിപാടിക്ക് ഇവിടെ തന്നെ ഉച്ചയ്ക്ക് ശേഷം കാസർഗോഡേക്ക് പോയി, കാസർഗോഡ് സെൻറ്ററിലേക്ക് പോയി. അവിടെ പോയിട്ടാകുമ്പോൾ അവിടുന്ന് നമ്മുടെ പിന്നെ ഡോക്ടർ സുനിലിൻ്റെ സെൻറ്ററാണ്, അവിടെ പരിപാടി കഴിഞ്ഞ് തിരിച്ച് പോകുമ്പോൾ അദ്ദേഹം അവിടുന്ന് കാസർഗോഡ് തന്നെ ട്രെയിൻ കയറി പോവുകയാണ്. പോകുമ്പോൾ എന്നോട് ബൈ പറഞ്ഞ് പോകുമ്പോൾ എന്നോട് പറഞ്ഞു, മാസ്റ്റർ ഹാസ് സംതിങ് ഇൻ സ്റ്റോർ ഫോർ യു, ജസ്റ്റ് വെയിറ്റ് വെൻ ഇറ്റ് ഹാപ്പൻസ്. Why? I was not knowing what is in store. Okay, I am ready to receive whatever it is. So that way I came back. After 1 month, Pradwal sir told me, you write, എന്നോട് പറഞ്ഞു, പിന്നെ പ്രിസെപ്റ്റർ കാൻഡിഡേറ്റിന് ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഞെട്ടി. ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ ഈ 6 മണിക്കൂർ സമയം എനിക്ക് തന്നെ സിറ്റിംഗ് എടുക്കാൻ സമയം കിട്ടുന്നില്ല, പിന്നെ എങ്ങനെ സമയം കിട്ടുമോ? സാർ പറഞ്ഞു, അതൊക്കെ നടക്കും, ഇപ്പോൾ ഫില്ല് ചെയ്ത് കൊടുക്കുക, നിങ്ങൾക്ക് പുഷ്പാങ്കനെ പറ്റുമെങ്കിൽ മാത്രമേ മാസ്റ്റർ അംഗീകരിക്കുള്ളൂ, അതർവൈസ് മാസ്റ്റർ വിൽ റിഫ്യൂസ് യുവർ ആപ്ലിക്കേഷൻ. സോ യു ജസ്റ്റ് ഫിൽ ആൻഡ് സബ്മിറ്റ്. ആർ യു വില്ലിങ്? എക്സെപ്റ്റ് ടൈം. വില്ലിങ്നെസ് ഉണ്ടോ? ഞാൻ വില്ലിങ്നെസ് ആണ്, ഞങ്ങൾക്ക് മിഷനെ സർവ് ചെയ്യുന്ന ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ സാഹചര്യം വെച്ചിട്ടാണ്. സാഹചര്യം ലീവ് ഇറ്റ്, സാഹചര്യം ഇല്ലെങ്കിൽ മാസ്റ്റർ അപ്രൂവ് ചെയ്യില്ല. അപ്പോൾ ഞാൻ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അന്നേരം ഒരു ഇതുണ്ടായിരുന്നു, ഒരു പിന്നെ ഫാമിലി മെമ്പർ, മിസ്സസ് അല്ലെങ്കിൽ നമ്മുടെ സ്പൗസ് അഭ്യാസി ആവണം എന്നുണ്ടായിരുന്നു ആ സമയത്ത്. പ്രിസെപ്റ്റർ ആവണമെങ്കിൽ അവരെ, അതല്ലെങ്കിൽ അവിടെ സംഘർഷ ഉണ്ടാവും, പ്രിസെപ്റ്റർ വർക്ക് പ്രോപ്പറായി ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മിസ്സസ് അഭ്യാസി ആയിരുന്നില്ല. അപ്പോൾ അവിടുന്ന് ആ കൊല്ലം ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ
ഞാൻ ആ സമയത്താണ് ഒന്ന് ചാരിജിയെ കാണാൻ വേണ്ടിയിട്ട് പോകണം എന്നുള്ള നിലയിൽ ഫസ്റ്റ് ടൈം ആഫ്റ്റർ 4.5 years പ്രാക്ടീസ് ചെയ്തിട്ട് ചാരിജി ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ചെന്നൈ പോയത്. അവിടെ പോയി സത്സംഗത്ത് അറ്റൻഡ് ചെയ്തു. പേഴ്സണലി കാണാനും പറ്റിയില്ല. ന്യൂ ഇയറിൻ്റെ സമയത്ത് 31 December, January 1 ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നു. പിന്നെ അവിടെ നിന്ന് നെക്സ്റ്റ് സെപ്റ്റംബറിലാണ് ഒരു ദിവസം ഉച്ചക്ക് എൻ്റെ മിസ്സസ് എന്നോട് പറഞ്ഞ് എനിക്ക് മെഡിറ്റേഷൻ ചെയ്യണം. എന്താണ് ഇതിൻ്റെ പ്രചോദനം, എന്ത് ഇതുകൊണ്ടാണ് പറഞ്ഞതല്ല, എന്നോട് ഒ പി കഴിഞ്ഞിട്ട് വന്നാണ് പറഞ്ഞു. ഉച്ചക്ക് ഒ പി നമ്മൾ ഊണിക്കാൻ വന്നാണ്. ഊണ് കഴിച്ചാണ് പറഞ്ഞു എനിക്ക് മെഡിറ്റേഷൻ ചെയ്യണം. ഞാൻ പറഞ്ഞു തീർച്ചയായും ശരിക്കും ചെയ്യണമെന്നുണ്ടോ ചോദിച്ചാൽ ഉണ്ട്. അപ്പം ഉടൻ തന്നെ അന്നേരം തന്നെ നമ്മൾ കാറെടുത്ത് നേരെ കർണാടക ഞാൻ പറഞ്ഞു. അന്നേരം തന്നെ വന്ന് സിറ്റിംഗ് എടുത്തു. ഫസ്റ്റ് സിറ്റിംഗ് തിരിച്ച് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയി, ഒ പിയിലേക്ക്. ഞാൻ പിന്നെ വെയിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ 2 ദിവസം വീണ്ടും സിറ്റിംഗ് എടുത്ത് അഭ്യാസിയായി. അവിടെ നിന്ന് 10 ദിവസം കഴിയുമ്പോഴാണ് ചെന്നൈയിൽ നിന്ന് കോൾ വരുന്നത്, റിപ്പോർട്ട് ഇമ്മീഡിയറ്റ്ലി ഫോർ പ്രിസെപ്റ്റർ ട്രെയിനിങ്. അപ്പോൾ ഇതൊക്കെ അത്ഭുതമായിട്ട് കൊടുക്കുന്നത് ഇങ്ങനെയാണെന്നില്ല. അപ്പോൾ ഒന്നാണ് തന്നെ ഞാൻ മിസ്സിനോട് പറഞ്ഞു ഇങ്ങനെ വന്നിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും പോവാം. ഞാൻ ഒറ്റയ്ക്ക് പോകാൻ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും പോകാം, കുട്ടികളെയും കൂട്ടാറുണ്ട്. അന്നേരം തന്നെ അവൾ പിറ്റേ ദിവസം തന്നെ മിസ് അവിടെ സ്കൂളിൽ പോയി കുട്ടികളെയും കൂട്ടി പോകാൻ വേണ്ടി പെർമിഷൻ വാങ്ങി. ടിക്കറ്റ് ബുക്ക് ചെയ്ത് നമ്മൾ 4 പേരും കുട്ടികളും എല്ലാവരും കൂടെ ഒന്നിച്ച് തന്നെ ചെന്നൈ പോയി. അവിടെ ഏകദേശം 5 ദിവസം 6 ദിവസം അവിടെ നിന്ന് സിറ്റിംഗ് എടുത്ത് പ്രിസെപ്റ്റർ ട്രെയിനിങ്ങും കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടെ ഫാമിലിയായിട്ട് പോയി നിന്ന് തിരിച്ചു പോകും. അപ്പോൾ മാസ്റ്റർ എങ്ങനെയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എനിക്ക് മനസ്സിലാകാത്ത കാര്യമായിരുന്നു. അപ്പോൾ സാറിൻ്റെ ഈ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ, പ്രിസെപ്റ്ററിൽ നിന്ന് സെൻട്രൽ കോർഡിനേറ്ററിൽ നിന്ന് സോണൽ കോർഡിനേറ്റർ, ആ ഒരു വളർച്ച അപ്പോഴുണ്ടായ അനുഭവം അതിലൊന്ന് പറയാൻ പറ്റുന്നത് നല്ലതായിരുന്നു. ഷെയർ ചെയ്യാൻ പറ്റും നമ്മളോട്. സെൻട്രൽ കോർഡിനേറ്ററായി അല്ലേ? വർക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ അന്നേരം ഉണ്ടാവുന്ന നമ്മുടെ എല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് അതെല്ലാം അതൊന്നും എനിക്ക് പ്രത്യേകമായിട്ട് ഒരു എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടില്ല. ഈ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള വാക്ക് ക്രമേണ എൻ്റെ ഡിക്ഷണറിയിൽ നിന്ന് മാറിക്കഴിഞ്ഞു. എനിക്കൊന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല, ഒന്നും സ്പെഷ്യൽ എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടില്ല. നാച്ചുറലി എവറിത്തിങ് ഈസ് ഹാപ്പനിങ്, അത്രയേ ഉള്ളൂ. ഞാൻ ഓരോന്നോരോ കാരണം ചെയ്യുന്ന എവറിത്തിങ് ഈസ് ഗോയിങ് സ്മൂത്ത്ലി. എവിടെയും ഒരു തടസ്സങ്ങളോ കാര്യങ്ങളോ എനിക്ക് എവിടെയും ഫീൽ ചെയ്യുന്നില്ല. ഒന്നുമില്ല, ടെൻഷൻ കാര്യമൊന്നും ഇല്ല. ഞാൻ എല്ലാ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ടായിരുന്നു, ഭംഗിയായി നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഈ CC പ്രിസെപ്റ്ററായിട്ട് വർക്ക് നന്നായിട്ട് ഞാൻ ചെയ്യാമായിരുന്നു. രാവിലെ ഒരു ടൈം കിട്ടുമ്പോൾ ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യും. സിറ്റിംഗ് കുറേ കൊടുക്കും. പയ്യന്നൂർ ടൗണിലാണ്ട് ഒരുപാട് അഭ്യാസികൾ നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ പൊതുവാൾ സാറ് സോണൽ കോർഡിനേറ്ററായിട്ട് മാറിയത്. അപ്പം സോൺ ഡിവൈഡ് ചെയ്തു. അപ്പോൾ KL10 ആയിട്ട് നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലയുടെ ഒരു സോൺ പ്രത്യേകം വന്നു. അപ്പോൾ പൊതുവാൾ സാറ് അവിടെ സോൺ കോർഡിനേറ്ററായി. അപ്പോൾ CC പോസ്റ്റ് വേക്കൻ്റ് ആണ്. അപ്പോൾ അവിടത്തേക്ക് ഒരാൾ വന്നാൽ പൊതുവാൾ സാറ് വീണ്ടും എൻ്റെ പേരാണ് നിർദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ പിന്നെ അതിൽ ഇനി ആക്സെപ്റ്റ് ചെയ്തു. കാരണം പ്രിസെപ്റ്റർ വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ ഒന്നും വർക്ക് ചെയ്യാൻ വിഷമമില്ല, അത്രക്കും ഇഫക്റ്റ്. അപ്പോൾ അങ്ങനെ ഞാൻ CC ഞാൻ എഗ്രി ചെയ്തു. സെൻട്രൽ കോർഡിനേറ്ററായി. കുഡ് കോർഡിനേറ്റ് ഓൾ വർക്ക്. നമ്മുടെ സെൻട്രലിലെ എല്ലാ വർക്കും ഭംഗിയായിട്ട് കോർഡിനേറ്റ് ചെയ്തു. ഒരുപാട് വർക്ക് നമ്മൾ ചെയ്യാൻ പറ്റി. എല്ലാവരും നല്ല കോർഡിനേഷൻ, കാരണം അഭ്യാസികളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വലിയ വിഷമം തോന്നില്ല. എല്ലാവരും അഭ്യാസികളാണല്ലോ, പുറത്തുള്ളൊരു സംഘടനയല്ലല്ലോ. എല്ലാവരും ആ മാസ്റ്ററുമായിട്ട് അറ്റാച്ച്മെൻറ്റും മെഷീനുമായിട്ട് അറ്റാച്ച്മെൻറ്റ്, ഹാർട്ട് റിലേഷനുള്ള ബ്രദർഹുഡ്, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യാൻ ഒരു വിഷമമില്ല. അത് വളരെ സ്മൂത്തായിട്ട് നമ്മൾ കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ സോണൽ കോർഡിനേറ്ററായിട്ട് ഉള്ള. കാരണം കർണാടകനെ പൊതുവാൾ സാറിന് കുറച്ച് ശാരീരികമായിട്ട് ആവശ്യകത കുറച്ച് പോകുന്ന സമയത്ത് ഇത് ഇപ്പം കുറേ സിസ്റ്റവും കമ്പ്യൂട്ടറും പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജി അതൊക്കെ വരുമ്പോൾ ഞാനും അത്ര ഇതല്ലെങ്കിലും കുറച്ചുകൂടി, അപ്പം ആ സമയത്താണ് പൊതുവാൾ സാർ മാറിയിരുന്നത്. അപ്പോൾ എന്നെ വീണ്ടും നോമിനേറ്റ്. അതിന് പ്രധാനപ്പെട്ട കാരണം ആ കൊറോണ പീരീഡിൽ നമ്മളെല്ലാം ഇങ്ങനെ സ്റ്റാൻഡ് സ്റ്റില്ലായിരുന്നു. ആശ്രമങ്ങൾ വർക്ക് ചെയ്യുന്നില്ല, ഫേസ് ടു ഫേസ് സിറ്റിംഗ് നടക്കുന്നില്ല. അപ്പോൾ ആ സമയത്ത് പൊതുവാൾ സാർ എന്നെ ഏൽപ്പിച്ചു എന്താണ് ഒരു ഓൺലൈൻ ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട്. നമ്മളെ കഴിഞ്ഞത്ര ഹാർട്ട്ഫുൾനെസ് പ്രോഗ്രാംസ് ഓൺലൈൻ. അപ്പോൾ നമ്മൾ രാവിലെ 6 മണിക്ക് വൈകുന്നേരം 6:30 മണിക്കൂർ ഹാഫ് ആൻ അവർ 1 അവർ വെച്ചിട്ട് 5-6 വാട്സാപ്പ് ഗ്രൂപ്പ് ആക്കിയിട്ട് ഒരുപാട് പേര് ആ സമയത്ത് സിറ്റിംഗ് കിട്ടും. അത് മുഴുവൻ കോർഡിനേറ്റ് ചെയ്തു. അതിലുള്ള പിന്നെ മാറ്റർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പ്രയറും അതും ഇതൊക്കെ നമുക്ക് എല്ലാം അഭ്യാസം അറിയിക്കണമല്ലോ. അതൊക്കെ ശരിക്കും ഒരു സോർട്ട് ചെയ്ത് അതൊക്കെ ഒരുപാട് പേര് നമുക്ക് ഒരു നല്ല വർക്ക് ആ ഒരു കൊറോണ പീരീഡിൽ നമുക്ക് ഭംഗിയായി ചെയ്യാൻ. നമുക്ക് കൊറോണ പീരീഡ് പോയത് തന്നെ അറിഞ്ഞില്ല. ഗൂഗിൾ മീറ്റും കാര്യമൊക്കെ സൂം മീറ്റിങ്ങുമായിട്ട് ഒരുപാട് വർക്ക് നമുക്ക് ആ സമയത്ത് ശരിക്കും പൂർണ്ണമായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റി. കൊറോണ നമ്മളെ വർക്കിനെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, കുറേ വായിച്ചു പഠിക്കാൻ പറ്റി. അപ്പോൾ ആ അങ്ങനെയാണ്
അതുകൊണ്ട് എനിക്ക് എന്താ ഈ സോണിലായിട്ട് നമ്മൾ നടത്തിയത്, ഇത് മുഴുവൻ സെൻട്രലായിട്ട് നടത്തിയത്, സോൺ മുഴുവൻ ഒന്നിച്ചാണ് നടത്തിയത് നമ്മൾ പരിപാടി. കണ്ണൂർ, കാസർഗോഡ് എല്ലാവരെയും. അപ്പോൾ ആ സോണിലെ മുഴുവൻ സെൻട്രൽ കോർഡിനേറ്റർമാരോടും അഭ്യാസികളായിട്ട് എനിക്ക് പരിചയം വന്നു, എല്ലാവരും ഒരു ഇൻട്രാക്ഷൻ വന്നു. അപ്പോൾ നല്ലൊരു റിലേഷൻ അവരുമായിട്ടെല്ലാം വന്നു ഈ ഒരു പീരീഡിൽ. അപ്പോൾ അതുകൊണ്ടാവാം പുതുവൽ സാർ എന്നെ കൊണ്ട് സോണൽ കോർഡിനേറ്റർ പോസ്റ്റിലേക്ക് നോമിനേറ്റ് ചെയ്തു. അത് ശരിക്കും മുതൽക്കൂട്ടായി. പിന്നെ എനിക്ക് അതും ഒരു വിഷമം ഉണ്ടായിട്ടില്ല, എല്ലാവരും നല്ല ഇൻറ്റിമസി ഉണ്ടായിരുന്നു. അപ്പോൾ സോണൽ കോർഡിനേറ്റർ പോസ്റ്റ് ഞാൻ സ്വീകരിച്ചു. അത് ഇന്നൊരു ഭാരമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് ആസ് എ പാർട്ട് ഓഫ് ലൈഫ് ഇറ്റ് ഈസ് ഗോയിങ് ഓൺ. ഇപ്പോൾ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ ചാരുജിയും ദാജി 2 മാസ്റ്റർമാരെയും സാറിനെ കാണാനും പരിചയപ്പെടാനും അല്ലേ സംസാരിക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ദാജിയായിട്ട്. അപ്പോൾ ആ ഒരു എന്തെങ്കിലും സ്പെഷ്യൽ അനുഭവം എന്തെങ്കിലും ഉണ്ടോ, ഒരു പ്രത്യേകിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ട്? ചാരുജിയെ ഞാൻ നേരിട്ട് സംസാരിച്ചത് പറഞ്ഞാൽ പ്രിസെപ്റ്റർ ആ സമയത്ത് ഫൈനൽ സിറ്റിംഗ്, അന്നേരം 1-to-1 സിറ്റിംഗ് ആണ് പ്രിസെപ്റ്റർക്ക്. അപ്പോൾ ഒറ്റ സിറ്റിങ്ങിന്, ഫൈനൽ സിറ്റിങ്ങിന് പ്രിസെപ്റ്റർ ചാരുജിയുടെ ഗായത്രി പോയിട്ട് അവിടുന്ന് സിറ്റിംഗ് എടുത്തു. അപ്പോൾ അതിനോട് ചോദിച്ചു എവിടെയാണ് സ്ഥലം, കോഴിക്കോട്. അങ്ങനെ ആ ഒരു ഇൻട്രാക്ഷൻ, എവിടുന്ന സ്ഥലം, കോഴിക്കോടിനപ്പുറം മംഗലാപുരത്ത് ഇപ്പുറം എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ പരിചയപ്പെട്ട് ബാക്കി കാര്യങ്ങൾ ചോദിച്ചു, ജോലി എന്താ ചെയ്യുന്നതൊക്കെ ചോദിച്ചു. അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ പ്രസാദൊക്കെ ചെയ്ത് തന്ന് ഷോളുടെ ഇപ്പോൾ പുറത്തൊരു കൈ കൊട്ടിയിട്ട് എന്നോട് പറഞ്ഞു ഗോ ടു പയ്യന്നൂർ ആൻഡ് ഡു ഗുഡ് വർക്ക്. അപ്പോൾ ആ സമയത്ത് എനിക്ക് എന്താണ് ഈ പ്രിസെപ്റ്റർ വർക്ക് എന്നറിയില്ല. അവിടുന്ന് എനിക്ക് സിറ്റിംഗ് തന്നിട്ട് എന്നെ ഫൈനലാക്കി തന്നതല്ലാതെ ഞാൻ പോയി എന്താ വർക്ക് ചെയ്യുന്നത്. പിന്നെ അപ്പോൾ പറഞ്ഞു അവിടെ CD കിട്ടും, ബുക്ക് കിട്ടും, പ്രിസെപ്റ്റേഴ്സ് വർക്ക്, അത് വായിച്ചിട്ട് ചെയ്തോന്ന് എന്നോട് മറ്റുള്ളവർ പറഞ്ഞു. ചാരജ് പറഞ്ഞത് ഗോ ടു പയ്യന്നൂർ ആൻഡ് ഡു ഗുഡ് വർക്ക്, പുറത്തൊരു 2 അടി ഒരു പാറ്റിങ്. അപ്പോൾ ആ പാറ്റ് ആ വകുപ്പ് ഒരിക്കലും വർക്കാത്തൊരു സംഭവമാണ്. ഗുഡ് വർക്ക്, ആ ഗുഡ് വർക്ക് എന്താണ് എപ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ട് പോകും, എന്താണ് ഗുഡ് വർക്ക് കൊണ്ട് ചാരജ് ഉദ്ദേശിച്ചത്. അത് ഇന്നും ഞാൻ ആ ഗുഡ് വർക്ക് മാത്രമേ ഞാൻ അദ്ദേഹം പറഞ്ഞ ഗുഡ് വർക്ക്, ഓൺലി ഡു ഗുഡ് വർക്ക്. പയ്യന്നൂരിൽ ഗുഡ് വർക്ക് പറഞ്ഞാൽ നോട്ട് ഓൺലി മിഷൻ വർക്ക്, ഓൾ വർക്ക്, എവറിത്തിങ് വാട്ട് ഐ ഡു ഷുഡ് ബി എ ഗുഡ് വർക്ക്. അത് ഞാൻ എൻ്റെ മാസ്റ്റർ ഞാൻ പൂർണ്ണമായിട്ടും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് വന്നത്. പിന്നെ അതിനുശേഷം ഇല്ല, ആ ഒറ്റ സിറ്റിങ്ങിൽ മാത്രമേ ഉള്ളൂ, മറ്റൊരു തരത്തിലും. പിന്നെ നമ്മൾ ഒരു തവണ നമ്മൾ ഗ്രൂപ്പായിട്ട് പയ്യന്നൂരിലെ ഗ്രൂപ്പായി അഭ്യാസികളെയും കൊണ്ട് നമ്മൾ ചെന്നൈയിൽ പോയിട്ട് സംസാരിച്ചു. അപ്പോൾ അന്നേരം മാസ്റ്റർ ചോദിച്ചിരുന്നു ആരൊക്കെ പ്രിസെപ്റ്റർ. അപ്പോൾ ഞാൻ 3ാമത്തെ പ്രിസെപ്റ്ററാണ് പയ്യന്നൂർ സെൻറ്ററിൽ. അപ്പോൾ ആരൊക്കെ പ്രിസെപ്റ്റർ. അപ്പോൾ നമ്മൾ കണ്ണാട്ട് നമ്മൾ രവിയേട്ടനും പിന്നെ ഞാനും 3 പേര് എഴുന്നേറ്റ് നിന്നു, നോക്കി ഓക്കെ സിറ്റ് ഡൗൺ എന്ന് പറഞ്ഞു. അതല്ലാതെ മറ്റൊരു തരത്തിലുള്ള പേഴ്സണൽ ഇൻട്രാക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ദാജി വന്ന ശേഷം ഇതുവരെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ടില്ല, നേരെ ഇൻട്രാക്ട് ചെയ്തിട്ടില്ല. കാരണം മാസ്റ്റർ പറയാറുണ്ട് അതെ എനിക്ക് മാസ്റ്ററുടെ ഹെൽത്തും അദ്ദേഹത്തിൻ്റെ ടൈമും വളരെ വിലപ്പെട്ടതാണ്. അദ്ദേഹം പറയുന്ന പോലെ തന്നെ ഒരുപാട് വർക്കുള്ള വ്യക്തിയാണ് മാസ്റ്റർ. അപ്പോൾ മാസ്റ്ററായിട്ട് നേരിട്ട് പോയിട്ട് കാണേണ്ട ഒരു അവസരം എപ്പോഴും വന്നാൽ ആ സമയത്ത് കാണാനല്ലാതെ മാസ്റ്റർ കാണാനായിട്ട് പോകുന്നൊരു വേണ്ട ഞാൻ മുമ്പേ തീരുമാനിച്ചു. അങ്ങനെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ആ സമയത്ത് കാണാം. ഇപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ മാസ്റ്ററിൻ്റെ കൂടെ തന്നെ ഉണ്ട്, എപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും ആണ് എൻ്റെ ഏറ്റവും ആയുസ്സും ഒക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ അവരുടെ വിലപ്പെട്ട നിധി എന്നുള്ളവർ. അപ്പോൾ അതിന് കൊണ്ട് ഞാനായിട്ട് അദ്ദേഹത്തിൻ്റെ വർക്ക് നടക്കട്ടെ, എപ്പോഴെങ്കിലും ആവശ്യമൊന്നും അദ്ദേഹം വിളിക്കും, ആ സമയത്ത് കാണാമെന്നില്ല. അല്ലെങ്കിൽ എനിക്ക് തന്നെ നേരിട്ട് കാണേണ്ട ആവശ്യം വന്നാൽ കാണും, അത്രയും. എൻ്റെ ഒരു പേഴ്സണലായിട്ടുണ്ടായ ഒരു ഡൗട്ട് ഞാൻ ചോദിക്കുകയാണ്. ഇത്രയും പേരിങ്ങനെ സിറ്റിങ് എടുക്കുന്നുണ്ട്, അവർ എന്തുകൊണ്ട് ഇതിലിങ്ങനെ തുടരുന്നില്ല? എന്താണ് നല്ല ഇൻട്രസ്റ്റോടെയാണ് പല ആൾക്കാരും വരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവരത് തുടരാത്തത്? അത് തുടരാൻ വേണ്ടിയിട്ട് ഒരു പ്രിസെപ്റ്റർ എന്ന നിലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നല്ലേ ഒരു അത് നമ്മൾക്കൊരു മാസ്റ്റർമാർ തന്നെ പറയാറുണ്ട്, നമ്മൾ സിറ്റിംഗ് കൊടുക്കുക. അപ്പം ആ സമയത്ത് നമ്മളൊരു വിത്ത് ഇടുകയാണ്. ഓരോ സിറ്റിംഗ് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു വിത്ത് പാവുകയാണ്. ആ വിത്ത് എപ്പോഴാണ് മുളച്ച് പാവമായി വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പം ആ നിമിഷം മുതൽ മുളക്കുമായിരിക്കും, മുളച്ച് പന്തലിക്കുമായിരിക്കും, ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത ജന്മത്തിലായിരിക്കും. മാസ്റ്റർമാറിനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 സിറ്റിംഗ് എടുത്താൽ മതി. 3 സിറ്റിംഗ് എടുക്കുക, പിന്നെ നമ്മൾ പറയുക, നമ്മൾ വരിക. അപ്പോൾ അവർ പക്ഷെ നമ്മളെ ഭാഗത്ത് എപ്പോഴും പ്രിസെപ്റ്റർമാരുടെ ഭാഗത്ത് നിന്ന് ഒരു വെൽക്കമിങ്, നമ്മുടെ തെറ്റ് കൊണ്ട് അവർ പിന്നെ ഇന്ന് ഒഴിവാകാൻ പാടില്ല. അത് മിഷന് അവർ പ്രിസെപ്റ്റർമാർ പറഞ്ഞാൽ വെയിൻ ഓഫ് ആർട്ടറിയാണ്, ആർട്ടറി ഓഫ് ദി മിഷൻ എന്നാണ് പറയുക. നമ്മൾ എക്സാമ്പിൾ ആയിരിക്കണം, നമ്മൾ മറ്റുള്ളവർ ഒരു അംബാസഡർ. ഈച്ച് അഭ്യാസി ഷുഡ് ബി അംബാസഡർ ഓഫ് സഹജമാർഗം. അപ്പോൾ നമ്മളെ കണ്ടിട്ട് നമ്മളെ പ്രവർത്തിയോ നമ്മളെ സംസാരമോ കേട്ടിട്ട് ഞാൻ ഇതിലില്ല, ഇങ്ങനെയാണ് ഈ മിഷനെങ്കിൽ ഞാൻ ആ തരത്തിൽ ആൾക്കാർ പോകുന്നുണ്ടെങ്കിലേ ആ പ്രശ്നമുള്ളൂ. പക്ഷെ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരാൾ അവർ സ്വന്തമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടും അവരുടേതായ ചില സംസ്കാര പാഠങ്ങളൊക്കെ ആയിരിക്കും അവരങ്ങനെ ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രിസെപ്റ്റർ നിലയിൽ അവരങ്ങനെ ഒരു അഭ്യാസി റെഗുലായിട്ട് കുറച്ച് വരുന്നുണ്ടെങ്കിൽ അവരെപ്പോഴെങ്കിലും ഇതിന് ഡീവിയേഷൻ വരാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി മനസ്സിലാക്കി അവരെ ഇൻട്രാക്ഷനിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് എക്സ്ട്രാ സിറ്റിംഗ് കൊടുക്കുകയും
അവരെ കുറച്ചുകൂടി അവർക്കൊരു വാണിംഗ് കൊടുക്കുക. നിങ്ങൾക്ക് ചിലപ്പം മാസ്റ്റർ പറയുന്നുണ്ട് ഈ കർവേച്ചർ എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ സിറ്റിംഗ് കൊടുത്തുകൊണ്ട് ഒരു അഭ്യാസി നടന്നു കൊടുക്കുമ്പോൾ ഒരു പോയിന്റിലെത്തി, അപ്പോൾ അവിടെ തന്നെ നിന്ന് കൊടുക്കുമ്പം പിന്നെ അവർക്കൊരു അടുത്ത ഒരു പുതിയ സ്ഥലത്ത് എത്തുമ്പം ഉള്ള ഒരു പരിഭ്രമം, ഒരു പുതിയ പോയിന്റിലെത്തുമ്പോൾ അവിടെ ഒരു പരിഭ്രമം ഉണ്ടാവും, ചെറിയ അടുത്ത സ്റ്റെപ്പിലേക്ക് സ്പിരിച്വൽ അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ. അപ്പോൾ ആ സമയത്ത് അവർക്ക് അസ്വസ്ഥത ഫീൽ ചെയ്യും. ആ സമയത്ത് ചിലപ്പോൾ അവർ ഡിസ്കണ്ടിന്യൂ ചെയ്യും. അത് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് അവർക്ക് എക്സ്ട്രാ സിറ്റിംഗ് കൊടുക്കുകയും അവരെ അഷ്വർ ചെയ്യണം, ഇത് ചിലപ്പോൾ ഉണ്ടാവും, പേടിക്കാനില്ല, യു വിൽ ഓവർകം ദാറ്റ്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ അഭ്യാസികളൊക്കെ അങ്ങനെ പോകാണ്ട് നിൽക്കും. മറ്റു തരത്തിലുള്ള നമുക്കൊന്നും ഗ്രഹിക്കാൻ പറ്റില്ല. പക്ഷെ ഇതൊരു കാര്യമാണ്, ഇത് വളരെ ശ്രദ്ധിക്കണം മാസ്റ്റർമാർ പറയാറുണ്ട്. ഈ യൂത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന, നമ്മളിപ്പോൾ 125-ാം ജന്മവാർഷികമായിട്ട്, ബാബുജീൻ്റെ ജന്മവാർഷികമായിട്ട് നമ്മൾ യൂത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കത് വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായം? നമുക്ക് പറ്റുന്നുണ്ടോ? എങ്ങനെ ചെയ്യാം? അതെ, യൂത്ത് വളരെ പൊട്ടൻഷ്യലായിട്ടുള്ള പിന്നെ ഒരു ഗ്രൂപ്പാണ് യൂത്ത് പറഞ്ഞാൽ. ഇന്നത്തെ യൂത്താണ് നാളത്തെ നമ്മളെ രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും മനുഷ്യരാശിയുടെയും ഭാവി നിർണ്ണയിക്കുന്നത് അവർ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അവരൊക്കെ മിസ്ഗൈഡഡ് ആണ്. ഇന്നത്തെ ഈ പുതിയ മോഡേൺ ലൈഫിൻ്റെ ഒച്ചപ്പാടിലും ബഹളത്തിലും അവർക്ക് മുഴുകിയിരിക്കുകയാണ്. പിന്നെ ജോലിയും അത് ഇതൊക്കെ അവർക്ക് എന്താണ് ഈ ലൈഫിനെ കുറിച്ചൊന്നും ആലോചിക്കാൻ തന്നെ അവർക്ക് സമയമില്ല. ഒരു നിമിഷം പോലും അവർക്ക് വെറുതെ ഇരുന്നാൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിനെ കുറിച്ച് നമ്മൾ ആലോചിക്കും. അപ്പോൾ അങ്ങനെ സമയം കിട്ടുന്നില്ല. പിന്നെ ഇപ്പോഴത്തെ ഈ സോഷ്യൽ മീഡിയയുടെ പുതിയ അധിനിവേശമൊക്കെ വന്നതിന് ശേഷം അവർക്കൊന്നും ഫുൾ ടൈം എൻഗേജ്ഡ് ആണ് അവർ. അപ്പോൾ അവർക്ക് ലൈഫിനെ കുറിച്ച് ചിന്തിക്കാനോ പഠിക്കാനോ അവസരമില്ല. ഈ കാണുന്നത് തന്നെയാണ് ജീവിതം എന്നൊരു ഇതാണ്. പിന്നെ അത്തരത്തിലുള്ള വിദ്യാഭ്യാസം ചെറുപ്പത്തിലേക്ക് സ്കൂളിൽ നിന്ന് ഒന്നും കൊടുക്കുന്നില്ല. നമ്മളെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാനും എന്താണ് ജീവിതം പഠിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് ഇന്നത്തെ യൂത്ത് നമുക്ക് ഇതിലേക്ക് അട്രാക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എങ്കിലും ഇന്ന് ഒരു പ്രത്യേക ഒരു പീക്കിലെത്തി നിൽക്കുകയാണ് സമൂഹം. ഡേഞ്ചർ പ്ലേസിലാണ് അവരുള്ളത്, ഡ്രഗും അങ്ങനെ പല കാര്യങ്ങളും കൊണ്ടും. അതായത് നമ്മളെ സിവിലൈസേഷൻ തന്നെ ഒരു ബേസ്റ്റിംഗ് പോയിന്റിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഏറ്റവും നേരത്തെ തന്നെ ഇനിയിപ്പോൾ അവർ റിയലൈസ് ചെയ്യുന്ന ഒരു സമയത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ യൂത്തിൻ്റെ അടുത്തേക്ക് വളരെ അവരെ സ്നേഹത്തോടെ അവരകത്ത് പോവുകയാണെങ്കിൽ ക്രമേണ, പെട്ടെന്നല്ല, സ്ലോ ആയിട്ട് അവർ ഒരു ദിവസം ഇതൊക്കെ അവർ മാറ്റം ഉണ്ടാകും. അവരൊക്കെ ഈ ഒരു സിസ്റ്റം സ്വീകരിക്കും. മെഡിറ്റേഷനും സ്പിരിച്വാലിറ്റിയൊക്കെ യൂത്ത് സ്വീകരിക്കും. രണ്ട് കൈ ഇപ്പോൾ ഇന്ന് പൊതുവെ കാണുന്നുണ്ട്. ഇപ്പോൾ അവർ ടെൻഡൻസി മെല്ലെ മെല്ലെ വരുന്നുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് അവരെ ഇപ്പോൾ ഉള്ള ലൈഫ് സ്റ്റൈലൊക്കെ പെട്ടെന്ന് മാറ്റാനൊന്നും നമുക്ക് പറ്റില്ല. പക്ഷേ അതൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇപ്പം എൻ്റെ 2 കുട്ടികൾക്കും ഞാൻ സിറ്റിംഗ് കൊടുത്താണ്. അവർ സ്വയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബർത്ത്ഡേ 15, 16, 17, 15, ആ ടൈമിൽ 15 ആയിരുന്നു, മറ്റവന് 18 ആകുമ്പോൾ രണ്ടാൾക്കും ഞാൻ സിറ്റിംഗ് കൊടുത്താണ്. അപ്പോൾ അവർ ഞാൻ നിർബന്ധിക്കാറൊന്നുമില്ല. അവർ ഇടയ്ക്കിടയ്ക്ക് സിറ്റിംഗ് എടുക്കുമെന്ന് പറയും, ചില സമയം എടുക്കില്ല. ഇപ്പോൾ കുറച്ചാലായിട്ട് അവരൊന്നും ചെയ്യലില്ല. പക്ഷേ മൂത്തവൻ്റെ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്ത് അവർ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് സ്റ്റുഡൻസ് കൂടി ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു. അവരൊരു കാരിക്കേച്ചർ ഉണ്ടാക്കിയിട്ട് അത് ഓരോ ആൾക്കും ഓരോ ലേബലുണ്ട്. അപ്പോൾ ആ ബുക്ക് തന്നെ കാണിച്ചു. ഞാൻ നോക്കി. അപ്പോൾ ഇവൻ്റെ ലേബൽ കൊടുത്തിരിക്കുന്നത് പീസ് മേക്കർ എന്നാണ്. ഞാൻ അത്ഭുതപ്പെട്ടു, ഇവരെങ്ങനെ പീസ് മേക്കർ. എന്നിട്ട് അവരോട് ചോദിച്ചു, അവരുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കൂടെ, അവരോട് ചോദിച്ചു അങ്ങനെ പീസ് മേക്കർ. ഞാൻ പറഞ്ഞു, അവിടെ എന്ത് കോളേജിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഇവൻ എൻ്റെ മകൻ രജത്ത് എന്ന പേര്, അവൻ വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം സോൾവ് ഒന്നും ചെയ്യില്ല. പക്ഷെ അവിടെ സമാധാനമായിരിക്കും. അവിടെ ബഹളമോ കാര്യമൊന്നും ഇല്ലാത്ത രീതിയിൽ ഇവനോട് പീസ് കീപ്പർ, അതായത് പ്രോബ്ലം സോൾവേഴ്സ് വേറെ ആൾക്കാരുണ്ട്, പക്ഷേ ഇവനോട് പീസ് കീപ്പറാണ്. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നീ എങ്ങനെ ആയിപ്പോയി? ഞാൻ പറഞ്ഞു, നിനക്ക് ടെൻഷനില്ല ചോദിച്ചു. അല്ല ഉണ്ട്. ഞാൻ പറഞ്ഞു, നീ എന്താ നമ്മളെ പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നുണ്ടോ ചോദിച്ചു. ഞാൻ എല്ലാ രാത്രിയും ബെഡ് ടൈം പ്രെയർ ചെയ്യും. പണ്ട് മുതൽ സിറ്റിംഗ് എടുത്ത മുതൽ ബെഡ് ടൈം പ്രെയർ ചെയ്യും, ബാക്കിയൊന്നും ചെയ്യുന്നില്ല. ഒരു ബെഡ് ടൈം പ്രെയർ അവനൊരു പീസ് മേക്കർ ആക്കി എന്ന് പറയുമ്പോൾ അതൊരു അത്ഭുതം, എനിക്കൊരു അത്ഭുതം തോന്നിയാണ് ഞാൻ പറയാണ്. അപ്പോൾ യൂത്തിൻ്റെ ഉള്ളിൽ അവൻ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂത്തിൻ്റെ ഇടയിൽ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഉണ്ട്. പലതും അവരിങ്ങനെ സബ്മേർജ് നിൽക്കുകയാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവരൊക്കെ പന്തലിച്ച് വരും. സാറിന് ഈ നമുക്ക് പബ്ലിക്കിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മെസ്സേജോ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? എന്തെങ്കിലും ഒരു ഉപദേശമോ? ഇങ്ങനെ പബ്ലിക്കിന് ഒരുപാട് എന്താ പറയാ, നമ്മുടെ ആർട്ട്ഫുൾനെസ് തന്നെ മെഡിറ്റേഷന് വേണ്ടിയിട്ട് സ്വീകരിക്കണം. അതിനുമ്പേ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഇവിടെ പയ്യന്നൂരും പരിസരങ്ങളിലും ഒരുപാട് ഒരുപാട് വർക്ക് നമുക്കുണ്ട്. നമുക്ക് എല്ലാ വിഭാഗം ജനങ്ങളിലും ഈ ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ നമുക്ക് എത്തിക്കേണ്ടതുണ്ട്.
എത്തിക്കണം. കാരണം പലർക്കും ഇത് പരിചയമില്ല. പലരും പിന്നെ നമ്മൾ പല വർക്ക് ചെയ്തിട്ടുണ്ടാവും, ഹാർട്ട്ഫുൾനെസ് പ്രോഗ്രാം നടത്തിയിട്ടുണ്ടാവും, പക്ഷെ പലരും ഇത് അറിയുന്നില്ല. ആ സമയത്ത് ഇത് എന്തുവാണെന്ന് വിചാരിച്ച് വിട്ടിട്ടുണ്ടാവും. പിന്നെ അപ്പം ഒരു സമയത്ത് അവർ വീണ്ടും അഭ്യാസിയായിട്ട് സിറ്റിംഗ് എടുക്കാൻ വന്ന സമയത്ത് അവർ ഞാൻ ഇതുവരെ ഇത് അറിഞ്ഞില്ല. പക്ഷെ തൊട്ടടുത്തേക്ക് നമ്മൾ പരിപാടി നടത്തിയിട്ട് അവരെ വീട്ടിൽ നോട്ടീസ് വരെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് ഒരു പരിപാടി ഒരു സ്ഥലത്ത് നടത്തിയതുകൊണ്ട് മാത്രമേ എല്ലാവരും അറിയണമെന്നോ ആ സമയത്ത് അവർക്ക് ക്ലിക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മളിത് റെഗുലറായിട്ട് ചെയ്തു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഹാർട്ട്ഫുൾനെസ് ഇപ്പം പലതുണ്ട്. ഒന്ന് എസ് കണക്ട്, സ്കൂൾ കണക്ട്, അതുപോലെ നമ്മൾ വില്ലേജ് കണക്ട് പ്രോഗ്രാം, ജി കണക്ട് പ്രോഗ്രാംസ്, ഒരുപാട് എല്ലാ വിഭാഗം ജനങ്ങളെയും നമുക്ക് ഇതുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു പരിപാടിയുണ്ട്. അതിൻ്റെ കൂടെയാണ് യോഗ, ബ്രൈറ്റർ മൈൻഡ്സ്, കുട്ടികൾക്കുള്ള ബ്രൈറ്റർ മൈൻഡ്സ്, ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള സൂപ്പർ പ്രോഗ്രാമാണ് ബ്രൈറ്റർ മൈൻഡ്സ്. എല്ലാ കുട്ടികൾക്കും 5 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് അതിപ്പോൾ സ്കൂളുകൾക്ക് ഇനി ഫ്രീ ആയി ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്രീ ആയിട്ട് മിനിമം ചാർജിൽ ചെയ്യാനുള്ള പരിപാടികളൊക്കെ നമ്മുടെ മിഷൻ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ബ്രൈറ്റർ മൈൻഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ബ്രൈറ്റർ മൈൻഡ്സ് ഒക്കെ കുട്ടികൾക്ക് വളരെ വളരെ യൂസ്ഫുള്ളാണ്. അതൊക്കെ ഇന്നത്തെ ഈ അതായത് കുട്ടികൾ വഴിവെച്ച് പോകുന്നതിന് മാറ്റം വരുത്തും. അത് കൂടാതെ കുട്ടികൾക്ക് എക്സാമും കാര്യമൊക്കെ നല്ല രീതിയിൽ ഫേസ് ചെയ്യാനും ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റ്, ഇൻ്റലക്ച്വൽ ഷാർപ്പ്നെസ് കൂട്ടും, മെമ്മറി കൂട്ടും, ഒരുപാട് ഗുണങ്ങൾ ബ്രൈറ്റർ മൈൻഡ്സ് ഉണ്ട്. പക്ഷെ അതൊന്നും പബ്ലിക് റിയലൈസ് ചെയ്യുന്നില്ല ഇപ്പം എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ ഗ്രാജുവലി അതും അവർ റിയലൈസ് ചെയ്യും. അപ്പോൾ നമ്മൾ കോൺസ്റ്റൻ്റായിട്ട് അവരുമായിട്ടുള്ള കണക്ഷൻ, അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നാൽ മാത്രമേ അവർക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ അവയർനെസ് അവർക്ക് വരുള്ളൂ. അപ്പോൾ അല്ലാതെ അവർ സ്വീകരിക്കുന്നില്ല എന്ന് വെച്ച് നമ്മൾ മൂവ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഇത് അവർക്കാർക്കും ഇതിലെത്താൻ പറ്റില്ല. അപ്പോൾ പബ്ലിക്കിൻ്റെ ഗുണം, അവർ സമൂഹത്തിന് നല്ലത് വരണം എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ ഈ കാര്യമായിട്ട് മുമ്പോട്ട് പോകുന്നത്ര സമൂഹത്തിൽ പ്രയോജനപ്പെടും. അവരതിന് നമ്മളോട് നന്ദിയുള്ളവരായിരിക്കും പിന്നീട്. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ പോകുമ്പോൾ എന്തുവാണെന്ന് ആദ്യം പറയും, പക്ഷേ നല്ലൊരു സമൂഹം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ്. ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ, ഓരോ ആൾക്കും ധ്യാനം ചെയ്യണം, മെഡിറ്റേഷൻ ചെയ്യണം. അത് ടെൻഷനുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല മെഡിറ്റേഷൻ. അത് ഞാൻ മെഡിറ്റേഷൻ തുടങ്ങി കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത് ടെൻഷന് വേണ്ടി നല്ലൊരു പരിഹാരം മാത്രമല്ല. ടെൻഷൻ മാറുക എന്നുള്ളത് അതിൻ്റെ ഒരു ചെറിയൊരു 100-ൽ1 അംശം മാത്രമുള്ള ഗുണം മാത്രമാണ്. 99% ഗുണങ്ങൾ, അതിനേക്കാളും വലിയ വലിയ ഗുണങ്ങൾ ഒരുപാട് മെഡിറ്റേഷനെ കൊണ്ടുണ്ട്. അത് സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. അതല്ലാതെ മെഡിറ്റേഷൻ തന്നെ ഏതെങ്കിലും ഒരു മതത്തിൻ്റെയോ മതവിഭാഗത്തിൻ്റെയോ ഏതോ റിലീജിയസ് ഒരു എന്തെങ്കിലും അവരെ റിച്വലോ ഒന്നും അല്ല ധ്യാനം എന്ന് പറഞ്ഞാൽ. അതുപോലെ ഇതുമല്ല, ഇത് നമ്മളെ ഈ ബോഡി ഫിറ്റ്നസ്സിനെ പോകുന്ന ജിമ്മിൽ പോകുന്ന മാതിരിയുള്ള എക്സസൈസും അല്ല. ഇത് നമുക്കൊരു കേപ്പബിളായിട്ടുള്ള ഒരു മാസ്റ്ററുടെ കീഴിൽ നമ്മൾക്കിത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ സെൽഫായിട്ട് ഇത് മനസ്സിലാക്കി റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്താൽ അതിൻ്റെ ഗുണം ഓരോ ആൾക്കും ഉണ്ടാവും. പിന്നെ ഇൻഡിവിജ്വൽ പീസാണ്, വ്യക്തിഗത സമാധാനം ഉണ്ടെങ്കിലേ ലോകത്ത് സമാധാനം ഉണ്ടാവും. ഒരു ഡോക്ടറിൻ്റെ നിലയിലേക്ക് പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് വരുന്ന രോഗികൾ ഒരു ആശുപത്രി പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാവരും ടെൻഷനിലാണ്, സ്ട്രെസ്സിലാണ്, എല്ലാ രോഗം കൊണ്ട് വരുന്നവരാണ്. നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നവർക്ക് ഉറപ്പില്ല. ഡോക്ടറെ തന്നെ അവർക്ക് വിശ്വാസമില്ല. ഈ ഡോക്ടർ ചികിത്സ ഭേദമാവോ ഇല്ലോ ഉറപ്പില്ല. അപ്പോൾ രോഗിയുടെ ടെൻഷൻ കാണുമ്പോൾ ഡോക്ടർക്കും ടെൻഷനാവും. ഇയാൾക്ക് എന്തെങ്കിലും പറ്റി പോകുന്ന അയാൾ അറിവ് വെച്ചിട്ട് പറ്റുന്നൊന്നും കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഇയാൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്കും ടെൻഷനാവും, എന്തെങ്കിലും വരാൻ പ്രശ്നം വരുമോ, വന്നാൽ പിന്നെ എനിക്ക് പ്രശ്നമല്ലേ. ഇപ്പോൾ എല്ലാ സ്ഥലത്തും അന്തരീക്ഷത്തിൽ തന്നെ എപ്പോഴും പ്രശ്നങ്ങളാണ്, സ്ട്രെസ്സാണ്. അപ്പോൾ അങ്ങനെ സ്ട്രെസ്സിലുള്ളൊരു രോഗിയെ ചികിത്സിച്ചാൽ ആ രോഗം മാറ്റാൻ വലിയ പണിയാണ്, അതെനിക്കറിയാം. പക്ഷേ ഒരു സ്ട്രെസ്സില്ലാണ്ട് റിലാക്സ് ആയിട്ട് ഡോക്ടർ വേണ്ടുന്ന ചെയ്തോ എന്നിട്ട് വളരെ ഹാപ്പി ആയിട്ട് വരുന്ന രോഗിക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ രോഗം മാറ്റാൻ പറ്റും, വളരെ എളുപ്പമാണ്. അപ്പോൾ അവിടെ ഡോക്ടറുടെ മൈൻഡും സ്മൂത്തായി വർക്ക് ചെയ്യും, ഷാർപ്പായി വർക്ക് ചെയ്യും. രോഗിയും വളരെ ട്രീറ്റ്മെൻറ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ മാത്രം അദ്ദേഹത്തിൻ്റെ ശരീരം പാകത്ത് നിൽക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ. അപ്പോൾ അതാണ് ഈ മെഡിറ്റേഷൻ എന്നുള്ളത് നമുക്ക് അങ്ങനെ ഗുണം ചെയ്യും. ഡോക്ടർ നിലയിൽ ഞാൻ എൻ്റെ അനുഭവം ഇതൊക്കെ പറഞ്ഞു. ഒരുപാട് രോഗികൾക്ക് എൻ്റെ ആറ്റിറ്റ്യൂഡും ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴുള്ള എൻ്റെ ഒരു കണ്ടീഷനുണ്ട്, ആ കണ്ടീഷൻ അവരിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, അവർക്ക് ട്രാൻസ്മിറ്റ് ആവുന്നുണ്ട്, അവർക്ക് ആ വൈബ്രേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ വൈബ്രേഷൻ അവർക്ക് ഒരുപാട് സമാധാനം കൊടുക്കുന്നുണ്ട്, എൻ്റെ സമാധാനം അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഇത് ഓരോ രോഗിക്കും ഓരോ വീട്ടിലെ അംഗങ്ങൾക്കും ഈ ഒരു മെൻ്റൽ പീസ് ഉണ്ടാവുകയാണെങ്കിൽ മെഡിറ്റേഷൻ്റെ ഗുണം അവർക്ക് ആ സ്റ്റേറ്റ് ഒരു സ്പെഷ്യൽ കണ്ടീഷൻ നമുക്ക് മെഡിറ്റേഷനിൽ കിട്ടുന്നുണ്ട്. അതുണ്ടാവുകയാണെങ്കിൽ സമൂഹത്തിൻ്റെ ഈ ചില സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് അസുഖങ്ങളൊക്കെ ഓൾമോസ്റ്റ് BP ഹൈ കൂടും. BP പല കാരണങ്ങളുണ്ടാവും, പക്ഷേ സ്ട്രെസ് വരുമ്പോൾ BP അതിനെക്കാട്ടി കൂടും. ഇപ്പോൾ സ്ട്രെസ് കുറഞ്ഞാൽ BP എന്തായാലും കുറയും, നോർമലായിട്ടില്ലെങ്കിലും ആ എക്സ്ട്രാ സ്ട്രെസ് കൊണ്ടുള്ള ബൂസ്റ്റിങ് കുറയും. അപ്പോൾ നമുക്ക് കുറച്ച് മരുന്ന് മതി. ആരോഗ്യമുള്ളൊരു സമൂഹം ആരോഗ്യമുള്ള മാനസികാരോഗ്യമാണ് കൂടുതൽ.
ഒരു സ്ട്രോങ് ഒരു ബാലൻസ്ഡ് മൈൻഡുള്ള ഒരു സമൂഹം നമ്മൾക്ക് കെട്ടിപ്പടുക്കാൻ ഈ മെഡിറ്റേഷൻ സഹായിക്കും. അതാണ് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആസ് എ ഡോക്ടർ, ആസ് എ അഭ്യാസി എന്നൊക്കെ പറയാനുള്ളത്. താങ്ക് യു ഡോക്ടർ. താങ്ക് യു സർ. ഈ കനിക കാസ്റ്റിലേക്ക് വന്നതിന് സാറിനോട് നന്ദി പറയുന്നു. നമസ്കാരം. നമസ്കാരം.